ഓസ്ട്രേലിയയിലെ മെൽബണിൽ കോൺസൽ ജനറലിന് പുറത്ത് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ഖാലിസ്ഥാൻ അനുകൂലികൾ തടസ്സപ്പെടുത്തി. സമാധാനപരമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇന്ത്യൻ പൗരന്മാർ കോൺസുലേറ്റിന് പുറത്ത് തടിച്ചുകൂടിയപ്പോൾ ഖാലിസ്ഥാനി പതാകകളുമായി ഗുണ്ടകൾ പരിപാടി തടസ്സപ്പെടുത്തിയെന്ന് ദി ഓസ്ട്രേലിയ ടുഡേയുടെ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. സംഭവത്തിന്റെ വീഡിയോ ഓൺലൈനിൽ പ്രചരിക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പുകളും തമ്മിലുള്ള വാക്തർക്കം കാണാം. വിഘടനവാദി സംഘം ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഇതിനെതിരെ പ്രതിഷേധവുമായി ഇന്ത്യക്കാർ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാട് പ്രതിരോധിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഓസ്ട്രേലിയൻ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ഒരു ശാരീരിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നത് തടഞ്ഞു. ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കോൺസുലേറ്റിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത്. ഓസ്ട്രേലിയൻ ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യദിന കോലാഹലം. ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ആശങ്കാജനകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഖാലിസ്ഥാൻ അനുകൂല വിഘടനവാദികൾ ഓസ്ട്രേലിയയിലെ ബൊറോണിയയിലെ സ്വാമിനാരായണൻ ക്ഷേത്രം വികൃതമാക്കി. അവിടെ വീട്ടിലേക്ക് പോകൂ, തവിട്ട് നിറമുള്ള കല്ലുകൾ ഉൾപ്പെടെയുള്ള വിദ്വേഷകരമായ അധിക്ഷേപങ്ങൾ സ്ഥാപനത്തിന്റെ ചുമരിൽ സ്പ്രേ പെയിന്റ് ചെയ്തു. കൂടാതെ സമീപത്തുള്ള ഏഷ്യൻ സ്ഥാപനങ്ങൾ നടത്തുന്ന റെസ്റ്റോറന്റുകളും സമാനമായ സന്ദേശവും അഡോൾഫ് ഹിറ്റ്ലറുടെ ഛായാചിത്രവും കൊണ്ട് വികൃതമാക്കി. അതിനു മുൻപ് പാർക്കിംഗ് തർക്കത്തിന്റെ പേരിൽ 23 വയസ്സുള്ള ഒരു ഇന്ത്യൻ വംശജനെ അഡലേഡിൽ ആക്രമിച്ചു. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളോട് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇടം നൽകരുതെന്ന് ഇന്ത്യ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ ഞങ്ങൾക്കോ അവർക്കോ നമ്മുടെ ബന്ധങ്ങൾക്കോ നല്ലതല്ല എന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നേരത്തെ പറഞ്ഞിരുന്നു. മെൽബണിലെ ഒരു ഹിന്ദു ക്ഷേത്രം ചുവന്ന ചുവരെഴുത്തിൽ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വരച്ച് വികൃതമാക്കിയതിന് ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ഈ സംഭവവും. ഓസ്ട്രേലിയയിലെ ബൊറോണിയയിലുള്ള സ്വാമിനാരായണ ക്ഷേത്രം വിദ്വേഷം നിറഞ്ഞ സന്ദേശങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. സമീപത്തുള്ള 2 ഏഷ്യൻ റെസ്റ്റോറന്റുകളിലും ഇത് പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആശംസകൾ നേർന്നു. തിരങ്ക അഭിമാനത്തോടെ ലോകമെമ്പാടും പറക്കുമ്പോൾ 78 വർഷത്തിനിടയിൽ തങ്ങളുടെ രാഷ്ട്രം നേടിയ എല്ലാ നേട്ടങ്ങളെയും കുറിച്ച് ഇന്ത്യക്കാർക്ക് സന്തോഷത്തോടെ ചിന്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ദീർഘകാല സുഹൃത്ത് എന്ന നിലയിൽ ഓസ്ട്രേലിയ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുന്നുവെന്നും ആൽബനീസ് കൂട്ടിച്ചേർത്തു. ബഹുമാനത്തിലും സൗഹൃദത്തിലും അധിഷ്ഠിതമായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ എടുത്തുകാണിക്കുകയും ഇന്ത്യൻ ഓസ്ട്രേലിയൻ സമൂഹത്തിന്റെ സംഭാവനകളെ പ്രശംസിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.